ബെക്കൻബൗറും മുള്ളറും അടങ്ങുന്ന ജർമ്മൻ നിര അപ്പോൾ പകച്ചു നിൽക്കുകയാണ്. ഒരു ലോകകപ്പ് ഫൈനലിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ അവർ ഒരു പെനാൽറ്റി കിക്ക് വഴങ്ങിയിരിക്കുന്നു. നെതർലാൻഡ്സിന്റെ ടോട്ടൽ ഫുട്ബോളിനെ ചേർക്കാൻ കൃത്യമായ മറുമരുന്നുമായി ഇറങ്ങിയിട്ടും എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാകും മുന്നേ അവർ ഒരു ഗോളിന് പുറകിലാണ്. ഡച്ച് പടയുടെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്ന ക്രൈഫിനെ മത്സരത്തിലുടനീളം മാർക്ക് ചെയ്യാനുള്ള ചുമതല ഉണ്ടായിരുന്നത് ബർട്ടി ഫോക്റ്റിനാണ്. പക്ഷേ കിക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ക്രൈഫ് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് മാറി പകരം ഒരാൾ മധ്യനിരയിലേക്ക് കയറി കളിക്കാൻ തുടങ്ങിയതോടെ ജർമ്മൻ നിരയായ കൺഫ്യൂഷനിലായി. മൈതാനം മുഴുവൻ കുറിയ പാസുകളിലൂടെ മുന്നേറിയ ഓറഞ്ച് പട തിരികെ സെന്റർ സർക്കിളിനരികെ നിൽക്കുന്ന ക്രൈഫിലേക്ക് തന്നെ പന്തെത്തിക്കുമ്പോൾ എതിർ ടീമിന്റെ ബോൾ പൊസിഷൻ 0. എന്നാൽ വളരെ പെട്ടെന്നാണ് യോഹാൻ ക്രൈഫ് എന്ന 14 നമ്പറുകാരൻ മൈതാന മധ്യത്തിലൂടെ ഡ്രിബിൾ ചെയ്ത് കയറുന്നത്. തടയാൻ ഫോക്സ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രൈഫിന്റെ ബോൾ കൺട്രോളിനും സ്കിൽ സെറ്റിന് മുൻപിൽ അയാൾ ഇരയല്ലായിരുന്നു. അപകടം മനസ്സിലാക്കിയ ഉളി ഹോനസ് ക്രൈഫിനെ പിന്തുടർന്ന് ഒരു സ്ലൈഡിംഗ് ടാക്കിൾ അറ്റംപ്റ്റ് ചെയ്യുക. എന്നാൽ മിസ്റ്റൈംഡായ ടാക്കിൾ ഒരു പെനാൽറ്റി കിക്കിലാണ് അവസാനിക്കുന്നത്. ലോകം അന്ന് വരെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ടോട്ടൽ ഫുട്ബോൾ എന്ന വിപ്ലവവും അതിന്റെ അമരക്കാരനായിരുന്ന യോഹാൻ ക്രൈഫിന്റെ കഥയും ഒരുപോലെ വിചിത്രമാണ്. അന്നത്തെ ദിവസം പരാജിതരുടെ കൂട്ടത്തിലാണ് മടങ്ങുന്നതെങ്കിലും കാൽപന്തിന്റെ ചരിത്രത്തിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അയാളോളം വിജയിച്ച മറ്റാരുമില്ലെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അയാക്സ് ഫുട്ബോൾ ക്ലബിന്റെ ഡിമിയൽ സ്റ്റേഡിയത്തിൽ നിന്നും ഏതാനും തെരുവുകൾക്ക് മാത്രം അപ്പുറം ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയിലേക്ക് ജനിച്ചു വീണ യോഹാൻ തന്റെ കുട്ടിക്കാലം അത്രയും ആ സ്റ്റേഡിയത്തിലും അതിന്റെ പരിസരത്തുമായാണ് കഴിച്ചുകൂട്ടുന്നത്. 12 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട അവനെ അതേ സ്റ്റേഡിയത്തിലെ തൂപ്പുകാരിയായിരുന്ന അമ്മ പെട്രോണല്ലയാണ് പിന്നീട് വളർത്തുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ട്രയൽസ് പോലുമില്ലാതെ അയാക്സ് അക്കാദമിയിൽ പ്രവേശനം നേടിക്കൊടുത്ത അവന്റെ ടാലന്റ് ആർക്കും സംശയം ഏതും തന്നെ ഇല്ലായിരുന്നു. വെറും 17 വയസ്സുള്ളപ്പോൾ തന്നെ തന്റെ സീനിയർ അരങ്ങേറ്റം നടത്തിയ അവൻ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടുന്നുണ്ടെങ്കിലും സ്വതേ വഴക്കാളിയായിരുന്ന അവന്റെ അച്ചടക്കമില്ലായ്മ പലപ്പോഴും ഫസ്റ്റ് ടീമിൽ നിന്ന് അവനെ അകറ്റി നിർത്തി. എന്നാൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം റിനസ് മൈക്കൽസ് ടീമിന്റെ പരിശീലകനായി വന്നതോടെ അവന് വീണ്ടും നറുക്ക് വീണു. കർക്കശക്കാരനായിരുന്ന മാനേജറായിരുന്നു അദ്ദേഹമെങ്കിലും തന്റെ ടാക്ടിക്സ് മൈതാനത്തിൽ നടപ്പിലാക്കണമെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കാൻ ക്രൈഫിനോളം ചോദിച്ച മറ്റാരുമില്ലെന്ന് പെട്ടെന്ന് തന്നെ മിഖേൽ തിരിച്ചറിഞ്ഞു. ലീഗിൽ 13ാം സ്ഥാനത്തായിരുന്ന അയാക്സ് ഒറ്റ സീസൺ കൊണ്ട് ചാമ്പ്യന്മാരായപ്പോൾ 23 മത്സരങ്ങളിൽ നിന്നും 25 ഗോളുകളാണ് ക്രൈഫ് സ്കോർ ചെയ്തത്. മത്സരത്തിനിടെ കളിക്കാർ പരസ്പരം പൊസിഷൻ വെച്ചു മാറുന്നതും പിച്ചിന്റെ പ്രത്യേക ഭാഗങ്ങളെ കൺസിസ്റ്റ് ചെയ്തുകൊണ്ട് എതിരാളികളുടെ മുന്നേറ്റങ്ങളെ തടയുന്നതുമെല്ലാം ഫലപ്രദമായി അവർ കളിക്കളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ നെതർലാൻഡ്സിൽ അവർക്ക് എതിരാളികളില്ലാതെ. എന്നാൽ യൂറോപ്യൻ കപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഡച്ച് ടീമായ അവർ കലാശ പോരാട്ടത്തിൽ AC മിലാനോട് 4-1 തോൽവി രുചിച്ചു. ഈ മത്സരത്തിന് ശേഷം തന്നെയും സഹതാരങ്ങളെയും പരസ്യമായി വിമർശിച്ച മിക്കൽസിനെതിരെ ക്രൈഫ് തിരിച്ചടിക്കുന്നത് എല്ലാവരെയും ചേർത്ത് കോച്ചിന്റെ ഡിക്റ്റേറ്റർഷിപ്പിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടാണ്. അവിടം കൊണ്ട് അരിശം തീരാഞ്ഞ അവൻ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഏജന്റിനെ ഹയർ ചെയ്തുകൊണ്ട് ബോർഡുമായി ശമ്പള ചർച്ചകൾക്ക് ചെല്ലുകയും ഉയർന്ന വേതനം ആവശ്യപ്പെടുകയും ചെയ്തു. ഡച്ച് ലീഗിലെ മേധാവിത്വം തുടരാനായെങ്കിലും യൂറോപ്യൻ കിരീടങ്ങൾ അയാക്സിന് അപ്പോഴും അന്യം നിന്നു. 70-71 സീസണിലെ യൂറോപ്യൻ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ആദ്യമായി ഒരു മത്സരത്തിൽ ക്രൈഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇതിനിടെ ബാഴ്സലോണയുമായി അഭ്യൂഹങ്ങൾ കൂടെ പരക്കാൻ തുടങ്ങിയതോടെ അയാക്സിൽ അവന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങിയെന്ന് തന്നെ എല്ലാവരും കണക്കുകൂട്ടി. എന്നാൽ ഫൈനലിൽ പനാത്തനായിക്കോസിനെതിരെ സ്കോർ ചെയ്തുകൊണ്ട് ക്രൈഫ് അവരെ ആദ്യ യൂറോപ്യൻ കിരീടത്തിലേക്ക് നയിച്ച ശേഷം ലീഗ് ക്ലബിന്റെ മാനേജറായിരുന്ന ഫെറഗ് ബുഷ്കാസ് അഭിപ്രായപ്പെട്ടത് ഓപ്പോസിറ്റ് ടീമിന്റെ 50% ക്രൈഫ് എന്ന ഇരട്ട കളിക്കാരനായിരുന്നു എന്നാണ്. അടുത്ത വർഷം വീണ്ടും ഇന്റർ മിലാനെ തോൽപ്പിച്ച അയാക്സ് കിരീട നേട്ടം ആവർത്തിച്ചപ്പോൾ 2 തവണയാണ് ക്രൈഫ് വലവെടുക്കുന്നത്. ഇറ്റാലിയൻ ഡിഫൻസീവ് ശൈലിയെ കറ്റനോച്ചയുടെ മരണവും പകരം ടോട്ടൽ ഫുട്ബോളിന്റെ സ്ഥാനാരോഹണവും നടന്നു കഴിഞ്ഞെന്നാണ് മാധ്യമങ്ങൾ അതിനുശേഷം അഭിപ്രായപ്പെട്ടത്. അതിനുശേഷം റിനസ് മൈക്കൽ സ്ഥാനമൊഴിഞ്ഞെങ്കിലും ക്രൈഫിന്റെ കീഴിൽ അയാക്സ് മികച്ച ഫോം തുടരുകയും ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു കാലമായി തിരശ്ശീലയ്ക്ക് പുറകെ എരിഞ്ഞുകൊണ്ടിരുന്ന ഈഗോ ക്ലാഷുകൾ കാര്യമായി പുകയാൻ തുടങ്ങിയതോടെ ക്രൈഫ് അയാക്സ് വിടാൻ തീരുമാനിച്ചു. റയൽ മാഡ്രിഡിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നെങ്കിലും ഡിക്റ്റേറ്റർ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ ക്ലബിന് വേണ്ടി കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അയാൾ കറ്റാലൻ സ്വത്വബോധത്തിന്റെ പ്രതീകമായ ബാഴ്സലോണയാണ് തിരഞ്ഞെടുക്കുന്നത്. 1960 ശേഷം ഒരിക്കൽ പോലും ലീഗ് കിരീടം സ്വന്തമാക്കാനായി സ്ട്രഗിൾ ചെയ്യാറുന്ന ബാഴ്സ ക്രൈഫിന്റെ വരവോടെ ഉയർത്തെഴുന്നേൽക്കുകയും ആ വർഷം തന്നെ 12 പോയിന്റ് മാർജിനിൽ ടേബിളിൽ 1ാം സ്ഥാനക്കാരാവുകയും ചെയ്തു. തങ്ങളുടെ ചിരവൈരികളെ സാന്റിയാഗോ ബെർണബിയിൽ വെച്ച് 5 ഗോളിന് കീഴടക്കിയ മത്സരത്തിന് ശേഷം അയാൾ കറ്റാലൻ ആരാധകരുടെ വിപ്ലവ നായകനായി. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ക്രൈഫ് നേടിയ ഒരു അക്രോബാറ്റിക് ദ ഇമ്പോസിബിൾ ഗോൾ എന്ന പേരിൽ ഇന്നും പ്രശസ്തമാണ്. 1938 ശേഷം ആദ്യമായി ഒരു ലോകകപ്പിന് യോഗ്യത നേടുന്ന നെതർലാൻഡ്സ് കാര്യമായ പ്രതീക്ഷകളില്ലാതെയാണ് 74 ലോകകപ്പിനെത്തുന്നത്. എന്നാൽ ക്രൈഫിന്റെയും താൽക്കാലിക മാനേജറായി ചുമതലയേറ്റ മിഖേൽസിന്റെയും ലീഡർഷിപ്പിന് കീഴിൽ അവർ ലോകകപ്പ് വേദികളിലും ടോട്ടൽ ഫുട്ബോളിന്റെ ഓറഞ്ച് വസന്തം വിരിയിച്ചു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറിയ അവർ നോക്കൌട്ട് മത്സരങ്ങൾ ഒരു ഗോൾ പോലും വഴങ്ങാതെ 8 ഗോളുകൾ നേടിയപ്പോൾ 3 ഗോളുകളും 6 അസിസ്റ്റുകളുമായിരുന്നു ക്രൈഫിന്റെ സംഭാവന. അവസാന റൗണ്ട് റോബിൻ മത്സരത്തിന് ശേഷം ഡിഫൻസീവ് ചാമ്പ്യന്മാരായ ബ്രസീൽ അഭിപ്രായപ്പെട്ടത്, ഞങ്ങൾക്ക് ക്രൈഫിനെയോ ടോട്ടൽ ഫുട്ബോളിനെ അറിയില്ലായിരുന്നു, എന്നാൽ ഇനി ഞങ്ങൾ ഒരിക്കലും അത് മറക്കില്ല എന്നാണ്.
എന്നാൽ നിർണായക ഫൈനലിൽ ആദ്യം ലീഡ് നേടിയ ശേഷം ഡച്ച് പടിക്ക് കാലിടുകയെങ്കിലും ക്രൈഫിനെ തന്റെ സ്റ്റാർഡത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്നത് ആ ടൂർണമെന്റാണ്. ലോകകപ്പിന് ശേഷവും ബാഴ്സലോണയിൽ തന്റെ മികച്ച ഫോം തുടർന്ന ക്രൈഫ് ഹാട്രിക് ബാലൺ ഡി ഓർ അവാർഡ് നേടുന്ന ആദ്യ താരമാണ്. എന്നാൽ പിന്നീടുള്ള 4 വർഷത്തെ ബാഴ്സ കരിയർ കിരീടങ്ങൾക്കും നേട്ടങ്ങൾക്കും പകരം അക്കമിട്ട് നിർത്താൻ കഴിയുക പിച്ചിനകത്തും പുറത്തുമായി നടന്ന പ്രശ്നങ്ങളുടെ കണക്കാണ്. ഇഞ്ചുറികൾ, റഫറിയുമായുള്ള തർക്കങ്ങൾ, അതിനു പുറകെ വന്ന സസ്പെൻഷനുകൾ, ടാക്ടിക്സിന്റെ പേരിൽ കോച്ചുമായുള്ള വാഗ്വാദങ്ങൾ. പലതിനും കാരണക്കാരൻ താൻ മാത്രമല്ലെന്നും ഇതെനിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടങ്ങളല്ലെന്നും ഒക്കെ ക്രൈഫ് വാദിച്ചുവെങ്കിലും തനിക്കും കുടുംബത്തിനും നേരെ വധശ്രമം കൂടെ ഉണ്ടായതോടെ എല്ലാറ്റിലും അടുത്ത് 31-ാം വയസ്സിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അകപ്പെട്ട അദ്ദേഹം US-ലും സ്പാനിഷ് സെക്കൻഡ് ഡിവിഷനിലുമെല്ലാം കളിച്ച ശേഷം തിരികെ തന്റെ ബോയ്ഡ് ക്ലബായ അയാക്സിൽ തന്നെ മടങ്ങിയെത്തി. ഇഞ്ചുറി പ്രോണായ, പ്രായം തളർത്തി തുടങ്ങിയ ഒരു താരത്തിന് കോൺട്രാക്ട് നൽകാൻ അവർ ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ടീമിലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ശാരീരിക ക്ഷമതയും വേഗവും കൈമോശം വന്നു തുടങ്ങിയിരുന്നെങ്കിലും അയാളുടെ ഫുട്ബോളിംഗ് ബ്രെയിനിന് അപ്പോഴും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു. ടീമിലെ പ്ലേമേക്കറായി തിളങ്ങിയ ക്രൈഫ് അയാക്സിനെ വിജയവഴി തിരിച്ചെത്തിക്കുകയും വീണ്ടും 2 തവണ ലീഗ് ചാമ്പ്യന്മാരാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഒരിക്കൽ കൂടി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന് താൻ അർഹനല്ലെന്ന ബോർഡിന്റെ തീരുമാനത്തിൽ അഭിമാനക്ഷതമേറ്റ അയാൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നേരെ ചെല്ലുന്നത് അയാക്സിന്റെ ഡയറക്ട് റൈവൽസായ ഫെയ്നൂർദിലേക്കാണ്. ഇരു ക്ലബ്ബുകളിലും ഇത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും പല ഫെയ്നൂർദ് ആരാധകരും തങ്ങളുടെ സീസൺ ടിക്കറ്റ് വലിച്ചെറിഞ്ഞ് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള ആദ്യ ഡെർബി മത്സരം 8-2 എന്ന വലിയ സ്കോറിന് അയാക്സ് ജയിച്ചതോടെ അവസാന കാലത്ത് അയാളുടെ കരിയറിനേറ്റ ഒരു കളങ്കം മാത്രമായി എല്ലാവരും ഈ മാറ്റത്തെ കണ്ടു തുടങ്ങി. എന്നാൽ കളിക്കാരനായി ഫ്രാങ്ക് റൈക്കാർഡിനെ പോലുള്ള യുവതാരങ്ങളെ ഗൈഡ് ചെയ്തും ഫെയ്നൂർദിനെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞ ക്രൈഫ് ഒരു പതിറ്റാണ്ടിന് ശേഷം ലീഗ് നേടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും അടുത്ത ഡെർബിയിൽ അയാക്സിനെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് തന്റെ പ്രതികാരം പൂർണ്ണമാക്കുകയും ചെയ്തു. ഒടുവിൽ തന്റെ 37-ാം വയസ്സിൽ 5-ാം തവണയും ഡച്ച് ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിക്കൊണ്ട് സംഭവബഹുലവും ഐതിഹാസികവുമായി തന്റെ പ്ലേയിങ് കരിയറിനോട് വിട പറയാൻ ക്രൈഫ് തീരുമാനിച്ചു. എന്നാൽ യോഹാൻ ക്രൈഫ് മറ്റു ഫുട്ബോൾ ലെജൻസിൽ നിന്നും വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീണ്ട 20 വർഷത്തെ പ്ലേയിങ് കരിയറിന് ശേഷമാണ് അയാളുടെ ഫുട്ബോൾ ജീവിതത്തിലെ പ്രധാന ഏടുകൾ പലതും സംഭവിക്കുന്നത് എന്നതുകൊണ്ടാണ്. അയാക്സിലേക്ക് തന്നെ മാനേജറുടെ കുപ്പായത്തിൽ മടങ്ങിയെത്തുന്ന ശേഷമാണ് തന്റെ ടോട്ടൽ ഫുട്ബോൾ ഫിലോസഫിയെ അതിന്റെ പൂർണ്ണതയിലേക്ക് വികസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ക്രൈഫിന്റെ പ്രശസ്തമായ 3-4-3 ഫോർമേഷൻ, ഹൈ ഡിഫൻസീവ് ലൈൻ, 4 പേരടങ്ങുന്ന ഡയമണ്ട് മിഡ്ഫീൽഡ്, ഡീപ്പിൽ നിന്നും കളി മെനയുന്ന ഒരു രജിസ്റ്റർ, പരസ്പരം പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുന്ന മുന്നേറ്റ നിര, വൈഡ് അറ്റാക്കേഴ്സിനെ വെച്ച് പിച്ചിനെ പരമാവധി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് മധ്യഭാഗത്തെ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതി തുടങ്ങിയവയെല്ലാം പിൽക്കാലത്ത് ഗാർഡിയോളയും അയാൾക്ക് ശേഷം വന്ന സമാന ചിന്താഗതിക്കാരെ മാനേജർമാരെയും എല്ലാം ഒരുപാട് സ്വാധീനിച്ച ഘടകങ്ങളാണ്. ക്രൈഫ് മാനേജറായ ആദ്യ സീസണിൽ 120 ഗോളുകൾ നേടുന്ന അയാക്സ് വഴങ്ങുന്നത് വെറും 35 ഗോളുകളാണ്. തേച്ച് മിനുക്കിയെടുത്ത തന്റെ ഈ യൂഗോ ഡി പൊസിസിയോൺ അതിന്റെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുന്നത് ബാഴ്സലോണയുടെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്നതോടെയാണ്. വർഷങ്ങളായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ബാഴ്സ ടീമിനെ തിരിച്ച് പ്രതാപകാലത്തേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹം ആ പീരീഡിൽ മാറ്റിമറിക്കുന്നത് ലോക ഫുട്ബോളിന്റെ തന്നെ ഭാവിയാണ്. തുടർച്ചയായി 4 ലീഗ് കിരീടങ്ങളും യൂറോപ്യൻ സക്സസ് സ്വന്തമാക്കിയ അദ്ദേഹം യൂത്ത് ലെവൽ തൊട്ട് തന്നെ തന്റെ ഫുട്ബോൾ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച അക്കാദമി എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് വളർന്ന ലാ മാസിയയുടെ വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തു. ഇന്നും മോഡേൺ ഫുട്ബോളിന്റെ ബ്ലൂ പ്രിന്റായി കണക്കാക്കപ്പെടുന്നത് ക്രൈഫിന്റെ അക്കാലത്തെ ഈ ബാഴ്സലോണ ഡ്രീം ടീമാണ്. ബോർഡുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചില ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കാരണം മാനേജീരിയൽ കരിയർ അവസാനിക്കുമ്പോഴേക്കും ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനം വരുത്തിയ വ്യക്തിയായി യോഹാൻ ക്രൈഫ് മാറിക്കഴിഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച താരമായിരുന്നോ, ഏറ്റവും സ്കിൽഫുൾ ആയിരുന്ന കളിക്കാരനായിരുന്നോ ഒക്കെ ചോദിച്ചാൽ നമുക്കെല്ലാം പല അഭിപ്രായങ്ങളുണ്ടാവും. എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിൽ നിന്നും ഒരാളെ മായ്ച്ചു കളഞ്ഞാൽ ഏറ്റവും അധികം നഷ്ടമുണ്ടാകുന്നത് താരമാക്കിയാലാവും എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ എളുപ്പമാണ്. കാരണം ക്രൈഫില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നാം ഇന്ന് കാണുന്ന ബാഴ്സലോണ ഉണ്ടാവില്ല, ലാമാസിയ അക്കാഡമി ഉണ്ടാവില്ല, ഒരു ചാവിയോ ഇനിയസ്റ്റയോ ഒരുപക്ഷെ മെസ്സിയോ ഉണ്ടായെന്ന് വരില്ല. ക്രൈഫില്ലായിരുന്നുവെങ്കിൽ ടിക്കിട്ടാക്കിയോ ഒരു ജോസഫ് ഗാർഡിയോളയോ മിക്കവാറും സംഭവിച്ചെന്ന് വരില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇഫ് ദർ വാസ് നോ യോഹാൻ ക്രൈഫ്, ദർ ഈസ് നോ മോഡേൺ ഫുട്ബോൾ ആസ് വി സീ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകത്തെ ശാസ്ത്രജ്ഞനും ബൂട്ടുകളണിഞ്ഞ പൈതഗോറസിനും ക്രൈഫ് ടേണിന്റെയും ഇമ്പോസിബിൾ ഗോളിന്റെയും ടോട്ടൽ ഫുട്ബോളിന്റെയും ഉപജ്ഞാതാവിനും താങ്ക് യു ഫോർ ചൂസിംഗ് ഫുട്ബോൾ ഓവർ എവറിത്തിങ് എൽസ്.